ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്, നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഫസ്റ്റ് സ്റ്റേജിൻ്റെ വന്നിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അടുത്ത പരീക്ഷകളിലും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ അതിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, നാഗാലാൻഡ് ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വ്യവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻസർ. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് 1933 ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹരിജൻ യാത്രയാണ്. വർഷം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1934 ഗാന്ധിജി കേരളത്തിൽ ഹരിജൻ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി എത്തുന്നത്. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഓപ്ഷൻ എ ആണ് ആൻസർ, പുരാണക്കിലയാണ്. ബാക്കി ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ടയൊക്കെ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? നേരിട്ട് കുറിച്യ കലാപം എന്ന് ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കുറിച്യ കലാപം നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ്. അഞ്ചാമത്തേത് ഓപ്ഷൻ എ ആണ്, രാമനമ്പിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യന്, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഇതെല്ലാം SCERT പുസ്തകത്തിലുള്ളതാണ്, ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. രണ്ടാം ലോക യുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ന്യൂറംബർഗ്. ഇതും SCERT പുസ്തകത്തിലുള്ളതാണ്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ളതാണ്. വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്തിലുണ്ട്. ആരാണ്? ജീൻ ജാക്കസ് റൂസോ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത്? ഭാഷയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ആണ്. ബാക്കി സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക്കൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 NW3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഓപ്ഷൻ സി കോഴിക്കോടാണ് ആൻസർ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യന്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയമല്ലാത്തത്? താതപ്പാനി, നറോറ, പുക, സിംഗ്രൗലി. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 3ഉമാണ്. താതപ്പാനിയും പുകയും ഭൂതാപനിലയങ്ങൾ അല്ല. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മണൽക്കല്ല്, സിസ്റ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഗ്രാനൈറ്റ്, നീസ്, ചുണ്ണാമ്പുകല്ല്, മാർബിള്, ഷെയില്, സ്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, പോളികോണിക്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ജപ്പാനാണ് ആൻസർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ
പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഒന്ന് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നതിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. അതാണ് ആൻസർ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത് എന്നതാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സൗജന്യ സേവനങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. ഇത് രണ്ടുമാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? സാമൂഹ്യവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന എന്നുള്ളതാണ്. ABRY. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ് ആണ് ശരി. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഏതൊക്കെ പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയായിട്ടുള്ള ഒരൊറ്റ പ്രസ്താവനയേ ഉള്ളൂ. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നതിൽ ഏതിന് വിധേയമാണ്? 1 പൊതുക്രമം, 2 ധാർമ്മികത, 3 ആരോഗ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. ഇനി
28ാമത്തെ ക്വസ്റ്റ്യനാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആർട്ടിക്കിൾ 48A ആർട്ടിക്കിൾ 51A ആൻസർ. 29ാമത്തെ ക്വസ്റ്റ്യന് ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം മാത്രം. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. അതുപോലെ പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏതാണ്? ഇപ്പോൾ പരീക്ഷകളിൽ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് 106ാം ഭരണഘടനാ ഭേദഗതി. പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ് എന്നാണ് ചോദ്യം. 1ഉം 2ഉമാണ് ശരി. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന ആർട്ടിക്കിൾ 330A 332A ഉൾപ്പെടുത്തൽ. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കാർലോസ് അൽക്കാരസ് ആണ്. 32ാമത്തെ ചോദ്യം ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ഓപ്ഷൻ സി അഗ്നിസാക്ഷിയാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടിയാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഓപ്ഷൻ ഡി 18,426. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് SL പുരം സദാനന്ദനാണ്. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഓടക്കുഴൽ എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ ബുക്കിന് ആമുഖം എഴുതിയത് ഓപ്ഷൻ എ S ഗുപ്തൻ നായർ ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ കുമാരനാശാൻ അന്തരിച്ച വർഷം? 1924 ആണ്. ഓപ്ഷൻ ബി 1924 ആണ്. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ഓപ്ഷൻ എ ജി അരവിന്ദനാണ് ആൻസർ. 39ാമത്തെ ക്വസ്റ്റ്യൻ 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലയണൽ സ്കലോനി. 40ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി മലപ്പുറമാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവ പൊരുത്തപ്പെടുക. ഏതാണ് ആൻസർ? IT ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1 ഡി ആണ് വരുന്നത്. ഒന്നാമത്തേത് ഡി ആണ്. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. 2 സി ആണ്. റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ ആണെങ്കിലോ റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഇനി ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി IT തന്നെ ക്വസ്റ്റ്യൻ ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഏതാണ്? താൽക്കാലികമായിട്ട് സംഭരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ക്യാഷ് മെമ്മറിയാണ്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ ഉപഭോക്തൃനാമങ്ങൾ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ. വെബ് ജാക്കിംഗ് ആണ് ആൻസർ.
44-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ആൻസർ. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ആൻസർ ഓപ്ഷൻ ബി ഗൂഗിൾ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? 46-ാമത്തെ ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അടുത്തത് 47-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സോഴ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപ്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. 1 സൗരോർജം, 2 കാറ്റ് ശക്തി, 3 ബയോമാസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. ബയോമാസിനാണ് ഏറ്റവും കുറവ്. അടുത്തത് 48-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ഓപ്ഷൻ ബി IHPE ആണ് ആൻസർ. അടുത്തത് 49-ാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 50-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1ന്റെ ദൂരം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. അടുത്തത് 51-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ആണിനി, അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. 51-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 15 കിലോമീറ്റർ. അടുത്തത് 52-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഓപ്ഷൻ എ ആണ്. N2676S എന്നുള്ളതാണ് ആൻസർ. ഇനി 53-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി നിയർ ആണ്. അടുത്തത് 54-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കൊച്ചുമകളാണ്. 55-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 22 ആണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 56 ആണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 40 ഡിഗ്രി ആണ്. അടുത്തത് 58-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 10 AM എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 59. 59ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 10. 60-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 780. 61-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 1525. 62-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 36. അടുത്തത് 63-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 16 2/3 ആണ് ആൻസർ. അടുത്തത് 64-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 8 ആണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 73. 66-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 1980 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 67-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1/20 ആണ്. 68-ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 2. 69-ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2500. 70-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 0. അടുത്തത് ഇംഗ്ലീഷ് ആണ്. 71-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി അഡ്വർബ് ആണ്. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദി വേർഡ് ക്വിക്ക്ലി എന്നാണ് ചോദ്യം. ക്വിക്ക്ലി എന്നത് അഡ്വർബ് ആണ്. ഇനി 72-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം എന്നുള്ളതാണ്. ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് ചൂസ് ചെയ്യാനായിരുന്നു. 1-ാമത്തെ സ്പെല്ലിങ് കറക്റ്റ് ആണ്. നെസസറിയുടെ സ്പെല്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ സ്പെല്ലിങ് കറക്റ്റ് ആണ്, ബാക്കി 2 തെറ്റാണ്. അപ്പോൾ തെറ്റായി ചൂസ് ചെയ്യേണ്ടതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി 73-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് ദി ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സി എന്നത് ഇൻകറക്റ്റ് ആണ്. അടുത്ത 74-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ്. ഷീ വെൻറ്റ് ടു ദി സ്റ്റോർ യെസ്റ്റർഡേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഹി വോക്ക് 2 miles ദിസ് മോർണിംഗ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്
ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വി ഗോയിങ് ടു ദി പാർക്ക് ടുമോറോ. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നൺ ഓഫ് ദി എബവ്. 4 തെറ്റാണ്. ഇനി 75-ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിലെ ചോദ്യമാണ്. അടുത്തത് 76-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ദി പാസീവ് വോയിസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദി കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദി ഓവൻ എന്നുള്ളതാണ് ശരി. അടുത്തത് 77-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. കറക്റ്റായിട്ട് സെൻറ്റൻസ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ട് എഴുതിയേക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണമല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി. അതുപോലെ നെയിം വല്ലതും വന്നു കഴിഞ്ഞാൽ ആ നെയിം തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് 78-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദി വേർഡ് കംഫോർട്ടബിൾ. കംഫോർട്ടബിളിൻ്റെ ആൻറ്റോണിം എഴുതാനാണ്. ഫോംഡ് വിത്ത് ദി സഫിക്സ്. സഫിക്സ് ആയിരിക്കും ചേരുന്നത്. അൺകംഫോർട്ടബിൾ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 79-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് ദി ഫ്രേസൽ വെർബ് ഗിവിൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഇനി 80-ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. ജെറണ്ട് വരുന്ന സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദി ഓഷ്യൻ. സ്വിമ്മിങ് എന്നുള്ളത് ജെറണ്ട് ആണ് അവിടെ. ഇനി 81. വാട്ട് ഈസ് ദി ടേം ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നുള്ളതിന് വൺ വേർഡ് എഴുതാനാണ്. വെർബോസിറ്റി ആണ് ആൻസർ. ഓപ്ഷൻ എ വെർബോസിറ്റി ആണ് ആൻസർ. അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാനാണ്. ഡയറക്റ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ് ഷീ സെഡ്. അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ഷീ വുഡിൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദി മീറ്റിംഗ്. ഇനി 83-ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ സ്റ്റാലിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ 84 ആണ്. സെലക്ട് ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദി സൺസെറ്റ്. നൈറ്റിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ റോഡ് എന്നുള്ളതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റൈഡ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ്. ഇനി 85-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി. കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. അടുത്തത് 86-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇഡിയമാണ്. ടു സ്പിൽ ദി ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ടു റിവീൽ എ സീക്രട്ട്. അടുത്തത് 87-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദി വെർബ്. കറക്റ്റ് വെർബ് യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദ്യം. ദി ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദി മൂവി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദി മൂവി. അടുത്തത് 88-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഡസ് ഷീ ആണ് വരിക. ഇവിടെ വെർബ് ഈറ്റ്സ് ആയതുകൊണ്ട് ഡസ് വരും. അതുപോലെ റെബേക്ക ഷീ റെയർലി വന്നതുകൊണ്ട് അത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും വരിക. ഇനി 89-ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എറ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്. വൺ വേർഡ് എഴുതാനാണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. ജീനോസൈഡ് ആണ്. അടുത്തത് 90-ാമത്തെ ക്വസ്റ്റ്യൻ. മെറ്റിക്കുലസിൻ്റെ സിനോണിം എഴുതാനാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. കെയർഫുൾ ആണ്. മെറ്റിക്കുലസിൻ്റെ സിനോണിം കെയർഫുൾ ആണ്. ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി മലയാളമാണ്. 91-ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? വിദ്യുച്ഛക്തി എന്ന് എഴുതുന്നത് നോക്കുക. ഇനി 92-ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം കണ്ടെത്തുക. ഏതാണ് ശരിയായ വാക്യം?
ഓപ്ഷൻ സി ആണ് 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നുള്ളതാണ് ശരി. ഇനി 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത് എന്നുള്ളതാണ്. എനിക്ക് തലവേദനയുണ്ട് എന്ന് എങ്ങനെ പറയാം? ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 94ാമത്തെ ക്വസ്റ്റ്യന് അറിയാനുള്ള ആഗ്രഹം, ഒറ്റപ്പദം എഴുതാനാണ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 95ാമത്തെ ക്വസ്റ്റ്യന് പശിക്കൂട എന്ന പദത്തിൻ്റെ പര്യായം. ഇതിൽ പശിക്കൂട എന്ന പദത്തിൻ്റെ പര്യായം തന്നിട്ടുണ്ട്. അതേതാണ് എന്ന് എഴുതാനാണ്. ഓപ്ഷൻ ബി ആണ് നീഡം. ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ ചേർത്തെഴുതാനാണ്. വാക്ക് അധികം വാദം എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 97ാമത്തെ ക്വസ്റ്റ്യന് അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവരിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക എന്നുള്ളതാണ് 98ാമത്തെ ചോദ്യം. ഇതിൽ ഏതാണ് പഴഞ്ചൊല്ല്? ചിലതെന്താണ്? കടങ്കഥയാണ്. അപ്പോൾ അതിൽ പഴഞ്ചൊല്ല് ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അധികമായാൽ അമൃതും വിഷം, അതാണ് പഴഞ്ചൊല്ല്. ഓപ്ഷൻ എ ആണ്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കി ഞെട്ടില്ല വട്ടയിൽ എന്താണ്? കടങ്കഥയാണ്. അതുപോലെ ഭഗീരഥ പ്രയത്നം അത് ശൈലിയാണ്, പഴഞ്ചൊല്ലല്ല. ഇനി 99 ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. താവഴി എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് എന്നാണ്. ഓപ്ഷൻ സി തായ് അധികം വഴിയാണ് കറക്റ്റ്. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്നത് ഏത് വചനമാണ്? ഓപ്ഷൻ ബി ഏകവചനമാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.